മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വിവരങ്ങൾ ലഭിച്ചിട്ടാകണം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത്. എന്നിട്ടും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നും ഗവർണർ ചോദിച്ചു. This is a very serious matter. I have also read it today only, and when I go back to Trivandrum, I am going to seek a report. What he has now said is something of very extremely serious nature. The government knows that there are groups who are smuggling gold to indulge, and they are using that money for anti-national activities. പ്രസ്താവന മുഖ്യമന്ത്രിയുടെ മാറുന്ന മുഖമാണ് വ്യക്തമാക്കുന്നതെന്ന് PV അൻവർ MLA ആരോപിച്ചു. പരാമർശം വക്രീകരിച്ചെന്ന് ന്യായീകരിച്ച് മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയാണ് CPM നേതാക്കൾ. പരാമർശത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തുമെന്നായിരുന്നു മന്ത്രി K രാജന്റെ പ്രതികരണം. മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ച് തിരുവനന്തപുരക്കാർ അപമാനിക്കാനായിരുന്നോ? കരിപ്പൂർ എന്ന് പറയുന്ന എടിയ സഖാവേ, എവിടെയാണ്? മലപ്പുറം ജില്ലയിലല്ലേ? അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിൻ്റെ പിന്നിൽ. 2 പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിൽ ഷാമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടായത്. എന്നാൽ ഇതിൽ UDF എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പറയേണ്ട ആളുകൾ നമ്മളല്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രി നാട്ടിലെത്തിയിട്ടുണ്ട്. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. മലപ്പുറം വിവാദം പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമാണ് കണ്ടത്. R ശ്രീജിത്തും അഷ്കർ അലിയും വിവരങ്ങളുമായുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക് കത്തെഴുതിയിരിക്കുന്നു. പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്തു, അത് ദോഷമുണ്ടാക്കി തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഗവർണറാണെങ്കിൽ ഈ മലപ്പുറം പരാമർശത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. കുഴപ്പങ്ങളുണ്ടെങ്കിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട്, എന്താണ് അതിന്മേൽ നടപടിയെടുത്തതെന്ന് അടക്കം റിപ്പോർട്ട് തേടുമെന്നാണ് ഗവർണർ പറയുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുക്കുന്ന നിലപാട്? ഈ ഹിന്ദുവിന് കത്തയക്കുന്നതിലപ്പുറം ഇനി എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്ന വിഷയം മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടേതായി അച്ചടിച്ചു വന്നത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് അടിച്ചു വന്നതിൻ്റെ ഉത്തരവാദിത്തം ആ ദിനപത്രത്തിനാണ്. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെയോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെയോ പേര് പരാമർശിച്ചിട്ടില്ല ഈ അഭിമുഖം നൽകുമ്പോൾ. മാത്രമല്ല മുഖ്യമന്ത്രി ഈ ദേശവിരുദ്ധ ശക്തികൾക്ക്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം ഉപയോഗിക്കുന്നതായി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടേതായി ഈ ദേശീയ ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തെറ്റായി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുവന്ന അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് ഈ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇട നൽകിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അഷ്കർ അലി, ഇപ്പോൾ PV അൻവർ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തോട് അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. അതിന്മേലിപ്പോൾ CPM പ്രതിരോധം തീർക്കുന്നത് കണ്ടു. പക്ഷേ പറഞ്ഞതിൽ പിന്നാക്കം പോയിക്കൊണ്ട് ഇപ്പോൾ ഹിന്ദുവിൻ്റെ പിഴവാണ് എന്ന രൂപത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നുമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ PV അൻവർ എടുക്കുന്ന നിലപാട്? അതിപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്നു.
സ്മൃതി, ഒരു സംശയമില്ല, മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ പരമാവധി രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക തന്നെയാണ് ഇന്ന് PV അൻവർ ചെയ്തത്. പക്ഷേ അത് പാർട്ടി കടന്നാക്രമിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലക്കാണ് ഇന്ന് PV അൻവർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. ഒന്നാമത്തേത്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പരാമർശത്തെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തിയത് മുസ്ലിം പ്രീണനം എന്ന നിലപാടിൽ നിന്നും CPM നിലപാട് നയം മാറ്റിക്കൊണ്ട് അതിനെതിരെയുള്ള ഒരു നിലപാട് മാറ്റത്തിൻ്റെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ PV അൻവർ അതിന് പറയുന്ന മറുപടി അത് പാർട്ടിയുടെ നയമാറ്റമല്ല, മറിച്ച് അത് മുഖ്യമന്ത്രിയുടെ നയമാറ്റമാണ്. ചില കാര്യങ്ങൾ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി എന്നും അല്ലെങ്കിൽ ചില കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു നയമാറ്റമെന്നും പരോക്ഷമായെങ്കിലും പറയാൻ PV അൻവർ തയ്യാറാവുന്നുണ്ട്. അതോ ഗുരുതരമായ ഒരു ആരോപണം ഈ ഒരു വിഷയത്തെ ആയുധമാക്കിക്കൊണ്ട് തന്നെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തെ പറയുന്നതിലൂടെ മലപ്പുറത്ത് 90% വരുന്ന ഒരു സമുദായത്തെ തന്നെ ക്രിമിനലുകളായി ചിത്രീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നും ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ന്യൂനപക്ഷ വികാരത്തെ വഴിതിരിച്ച് വിട്ടുകൊണ്ടുള്ള ആ ന്യൂനപക്ഷ വികാരത്തെ തന്നെ മുതലെടുത്തുകൊണ്ടുള്ളൊരു പരാമർശമാണ് PV അൻവർ നടത്തിയത്. മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ അത് അപ്പാടെ തെറ്റാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ PV അൻവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായത് മുസ്ലിം പ്രീണനമാണ്, ഇല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. അത് പാർട്ടി വിലയിരുത്തുന്നത് അടിസ്ഥാനപരമായി തന്നെ പെശകാണ്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനമെടുത്ത നികുതി വർധനവും അതുപോലെ തന്നെ പോലീസിൻ്റെ വേട്ടയും അടക്കമുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത്. ആ തിരിച്ചടി ഉൾക്കൊള്ളാതെ ഈ മുസ്ലിം പ്രീണനമാണ് ഇല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമാണ് തിരിച്ചടിയായത് എന്നുള്ള അത് കണ്ടെത്തുന്ന പാർട്ടിയുടെ വിലയിരുത്തൽ തന്നെ പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെയെങ്കിൽ എന്ത് പ്രീണനമാണ് LDF നടത്തിയതെന്ന് പാർട്ടി വിശദീകരിക്കണമെന്നാണ് PV അൻവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ പ്രതിപക്ഷം ആയുധമാക്കിയതിനേക്കാൾ കൂടുതൽ ആയുധമാക്കി മുഖ്യമന്ത്രിയെ പാർട്ടി പ്രവർത്തകർക്കിടയിലടക്കം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് PV അൻവർ ശ്രമിച്ചത്. അതിലൊരു ഘട്ടത്തിൽ PV അൻവർ വിജയിക്കുകയും ചെയ്തു. അത് പ്രതിരോധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി ലക്ഷണമാണ്, ഇല്ലെങ്കിൽ ഈ ആരോപണം മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും പ്രതിപക്ഷ പാർട്ടികളും PV അൻവർ അടക്കമുള്ളവർ രാഷ്ട്രീയ ആയുധമാക്കിയതോടെ തന്നെയാണ് ഇപ്പോൾ ദ ഹിന്ദുവിന് ഒരു കത്ത് അയച്ചുകൊണ്ട് താൻ പറയാത്ത കാര്യങ്ങൾ, മലപ്പുറമെന്നോ ഇല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ പേരും പറയാത്ത തൻ്റെ കാര്യം, ഇല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനമെന്നോ ദേശവിദ്രോഹ വിരുദ്ധ പ്രവർത്തനമെന്നോ എന്ന് താൻ പറയാതെ തന്നെ തൻ്റെ പേരിൽ അച്ചടിച്ചു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയ കത്തിന് പറഞ്ഞത്. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ തലവേദനയാക്കും. പ്രത്യേകിച്ച് PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾ BJP RSS മായി CPM ബന്ധം സൃഷ്ടിക്കുന്നു, RSSുമായുള്ള CPMൻ്റെ ബന്ധമുണ്ട്, രാഷ്ട്രീയ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള അൻവറിൻ്റെ ആരോപണങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മലപ്പുറം മുഖ്യമന്ത്രിയുടെ പരാമർശം അത് കൂടുതൽ വിവാദത്തിലേക്ക് പോയാൽ അത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പക്ഷേ മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഒരു പൊതുവേദിയെ അഭിസംബോധന ചെയ്യാൻ തൊട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു കുറിപ്പ് ദ ഹിന്ദുവിന് കൈമാറിയതായി മുഖ്യമന്ത്രി ഓഫീസ് അറിയിക്കുന്നത്. സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയം കൂടി ഇടതുപക്ഷത്തിനോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിനോ ഉണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. സ്മൃതി.